തൃശൂർ പെരിഞ്ഞനത്ത് ഹോട്ടലിൽ നിന്ന് ഭക്ഷ്യവിഷബാധയേറ്റ് ഒരാൾ മരിച്ചു. പെരിഞ്ഞനം സ്വദേശി ഉസൈബയാണ് മരിച്ചത്. കഴിഞ്ഞ ദിവസം പെരിഞ്ഞനത്തെ സെയിന്റ് ഹോട്ടലിൽ നിന്ന് കുഴിമന്തി കഴിച്ച ഉസൈബ ഉൾപ്പെടെ 180 പേർ ചികിത്സ തേടിയിരുന്നു. തുടർന്ന് ഭക്ഷ്യസുരക്ഷാ വിഭാഗം ഹോട്ടൽ അടപ്പിച്ചിരുന്നു. MS ലിഷോയ് വിവരങ്ങളുമായി നമ്മളോടൊപ്പം തൃശ്ശൂരിൽ നിന്ന് ചേരുകയാണ്. ലിഷോയ്, എത്ര തവണ നമ്മൾ ഇത്തരം വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നു, എത്ര ദുരന്തം കേരളം കണ്ടിരിക്കുന്നു എന്നതൊക്കെ പ്രധാനമാണ്. പക്ഷേ നമുക്ക് ഈ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് ആദ്യം പോകാം. 180 പേർ ചികിത്സ തേടുന്നു. ഉസൈബ കഴിഞ്ഞ ദിവസം തന്നെ ആശുപത്രിയിലായിട്ടുണ്ടായിരുന്നു. എങ്ങനെയായിരുന്നു അവരുടെ ആരോഗ്യനില വഷളായത്? മറ്റു വിവരങ്ങൾ? അതായത് ശനിയാഴ്ചയാണ് ഈ സംഭവം എല്ലാം തന്നെ ഉണ്ടാകുന്നത്. ആ സമയത്ത് തന്നെ, അതായത് അന്ന് വൈകുന്നേരം തന്നെയാണ് എല്ലാവരും തന്നെ ഇവിടെ നിന്ന് കുഴിമന്തി വാങ്ങിയത്. വൈകുന്നേരം മുതൽ തന്നെ ആളുകൾക്ക് ഈ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചതിനെ തുടർന്ന് ആരോഗ്യപരമായ അസ്വസ്ഥതകൾ അനുഭവപ്പെട്ടു തുടങ്ങിയിരുന്നു. പലരും ആശുപത്രിയിൽ ആദ്യഘട്ടത്തിൽ ചികിത്സ തേടി. ആദ്യഘട്ടത്തിൽ 21 പേർക്ക് ഭക്ഷ്യവിഷബാധയേറ്റു എന്നാണ് വിവരം പുറത്തു വന്നത്. പിന്നീട് അന്ന് വൈകുന്നേരമായപ്പോഴേക്കും 85 പേർക്ക് ഭക്ഷ്യവിഷബാധ ഏറ്റു എന്നായിരുന്നു. ഈ ഓരോ ദിവസവും ഓരോ മണിക്കൂറുകളും കഴിയുമ്പോഴും കൂടുതൽ ആളുകൾ ആശുപത്രിയിലേക്ക് എത്തുന്നു എന്നുള്ളതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ 180ഓളം പേർക്ക് നിലവിൽ ഈ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ച ശേഷം ഭക്ഷ്യവിഷബാധ ഏറ്റു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ ആരോഗ്യവകുപ്പ് പുറത്തുവിടുന്ന വിവരം. ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഉദ്യോഗസ്ഥർ ഇവിടെ എത്തി പരിശോധന ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ നടത്തി. ഈ ഉസൈബയുടെ കാര്യം നോക്കുകയാണെങ്കിൽ പെരിഞ്ഞനം സ്വദേശി തന്നെയാണ്. വൈകുന്നേരം ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടി രണ്ട് കുട്ടികൾ ഉൾപ്പെടെ ഉസൈബയും ഉസൈബയുടെ അനുജത്തിയും അങ്ങനെ 4 പേരാണ് ഈ വീട്ടിൽ നിന്നും ഭക്ഷണം വാങ്ങിയത്. ഈ ഹോട്ടലിൽ നിന്നും ഭക്ഷണം വാങ്ങിയത്. ഹോട്ടലിൽ നിന്ന് ഭക്ഷണം വാങ്ങി വീട്ടിലെത്തി ഇവർ ഭക്ഷണം കഴിക്കുകയായിരുന്നു. ശനിയാഴ്ച രാത്രി ഭക്ഷണം കഴിച്ച് ഞായറാഴ്ച രാവിലെ ഒന്നും തന്നെ യാതൊരു വിധത്തിലും മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെ ഉസൈബയ്ക്ക് ഉണ്ടായിരുന്നില്ല. അതിനുശേഷം ഞായറാഴ്ച വൈകുന്നേരമായപ്പോഴേക്കും ഇത്തരത്തിൽ ഈ ഭക്ഷണം കഴിച്ച ശേഷം ചെറിയ അസ്വസ്ഥതകൾ വീട്ടിലുള്ള മറ്റുള്ളവർക്കുണ്ടായി. അങ്ങനെ അവരെ ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചു. അതിനുശേഷം ഇന്നലെയാണ് ഉസൈബയ്ക്ക് ഈ ഭക്ഷണം കഴിച്ച ശേഷം അവിടെ നിന്നും ഈ ഛർദിയും വയറിളക്കവും ഉൾപ്പെടെയുള്ള അസുഖങ്ങൾ പിടിപെടുന്നതും അങ്ങനെ ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിക്കുന്നതും. ആദ്യഘട്ടത്തിൽ വീടിന് തൊട്ടടുത്തുള്ള പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലേക്ക് പോയി. അവിടെ നിന്നും ഇത് പ്രശ്നമാണ് എന്ന് കണക്കാക്കിക്കൊണ്ട് ആദ്യം ഇരിങ്ങാലക്കുട ജനറൽ ആശുപത്രിയിലേക്കും പിന്നീട് അവിടെ നിന്ന് മെഡിക്കൽ കോളേജിലേക്കും റെഫർ ചെയ്തു പോയി. മെഡിക്കൽ കോളേജിലെത്തി ഇന്നലെ രാത്രി വെന്റിലേറ്ററിൽ പ്രവേശിപ്പിച്ചു. പുലർച്ചയോടുകൂടി 2:30-3 മണിയോടുകൂടി ഉസൈബയുടെ മരണം സംഭവിക്കുകയും ചെയ്തു. ഉസൈബയ്ക്ക് പുറമെ നിരവധി ആളുകളാണ് ഇവിടെ നിന്ന് ഈ ഭക്ഷണം വാങ്ങിയത്. ഇത് ദേശീയപാതയോരത്തുള്ള ഒരു കടയാണ്. അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ കൂടാതെ ഈ മേഖലയിൽ ഒരു 2 കിലോമീറ്ററോളം ചുറ്റളവിൽ വേറെ കുഴിമന്തിയൊന്നും തന്നെ കിട്ടുന്ന ഹോട്ടലുകൾ വളരെ കുറവാണ്. വിരലിലെണ്ണാവുന്ന ഹോട്ടലുകൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ഹോട്ടലിൽ വലിയ തിരക്ക് അനുഭവപ്പെടാറുണ്ട് എന്നാണ് ഇവിടുത്തെ ആളുകൾ എല്ലാവരും തന്നെ പറയുന്നത്. നമ്മൾ MLA ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളുമായി സംസാരിച്ചു. പഞ്ചായത്ത് അധികൃതരുമായി ആശുപത്രിയിലാണ് അല്ലെങ്കിൽ ചികിത്സ തേടിയിട്ടുണ്ട് എന്നതടക്കമുള്ള വിവരങ്ങളുണ്ടല്ലോ. ഹോട്ടൽ ഉടമകൾ പരിശോധനയ്ക്ക് എത്തിയവരോട് അല്ലെങ്കിൽ മാധ്യമങ്ങളോട് പറയുന്ന എന്തെങ്കിലും വിശദീകരണമുണ്ടോ? ഇങ്ങനെ സംഭവിക്കാൻ കാരണം എന്താണെന്നാണ്? ഹോട്ടൽ ഉടമകൾ ഈ സംഭവം നടന്ന ഉടനെ തന്നെ മുങ്ങി. അതിനാൽ തന്നെ ഹോട്ടൽ ഉടമകളുടെ യാതൊരു പ്രതികരണവും നമുക്ക് ഇതുവരേക്കും ലഭ്യമായിട്ടില്ല. അവരെല്ലാവരും തന്നെ പ്രദേശവാസികൾ തന്നെയാണ്. പക്ഷേ അവരാരും തന്നെ സ്ഥലത്തില്ല എന്നാണ് നമ്മൾ ഇവിടെ എത്തി ഈ പ്രദേശത്ത് അന്വേഷിച്ചപ്പോഴും ഹോട്ടൽ ഉടമകളെ തേടിയപ്പോഴും എല്ലാം തന്നെ നമുക്കറിയാൻ സാധിച്ചത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ശനിയാഴ്ച വൈകുന്നേരമാണ് ഈ ഭക്ഷ്യ വിഷബാധ ഉണ്ടായത്. പക്ഷേ ഇന്ന് വരേക്കും ഈ ഹോട്ടലിനെതിരെ കേസ് എടുത്തിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം. കാരണം ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഇങ്ങനെ ഒരു ഭക്ഷ്യവിഷബാധ ഈ ഹോട്ടലിൽ നടന്നിട്ടുണ്ടെന്ന് പോലീസിനൊരു അറിയിപ്പ് മാത്രമാണ് നൽകിയിട്ടുള്ളത്. എന്ത് തരത്തിലുള്ള പ്രശ്നങ്ങളാണ് ഈ ഹോട്ടലിൽ ഉണ്ടായതെന്ന വിശദമായ റിപ്പോർട്ട് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് നൽകിയാലാണ് പോലീസിന് കേസെടുക്കാൻ കഴിയുക. അത് ലഭിക്കാത്തത് മൂലം തന്നെ പോലീസ് ഇതുവരേക്കും കേസെടുത്തിട്ടില്ല. ആ റിപ്പോർട്ട് ഇന്നിപ്പോൾ അല്പസമയത്തിനകമാണ് നൽകുക എന്നുള്ളതാണ് നമുക്ക് ഒടുവിൽ അന്വേഷിച്ചപ്പോൾ വ്യക്തമായിരിക്കുന്നത്. അത്രത്തോളം ഒരു ലാഘവത്തോടു കൂടിയാണ് ഈ കാര്യങ്ങളെല്ലാം തന്നെ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്നത് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ കാര്യം.